ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനെ അഥവാ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് എടുക്കണ്ട. ഞങ്ങളതൊരു വിഷയമായിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. ഒരിക്കലും അത് ചെയ്യരുതെന്ന് തന്നെയാണ്. കാരണം തലമുട്ടയടിച്ച് പല മുട്ടയായിപ്പോയവരോട് പിന്നെ വേറെ നിർത്തിയൊന്നുമില്ല. പിന്നെ അവർ മുട്ട അടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അല്ലാത്ത ആളുകൾ ഇപ്പം ഞാൻ മുട്ട അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുടിയുള്ള ആളാണ്. കുറച്ചെങ്കിലും മുടിയുണ്ട് എൻ്റെ തലയിൽ. ഞാൻ മുട്ട അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമല്ല. അപ്പം അതുകൊണ്ട് മുട്ടയടിക്കുക എന്ന് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് പിന്മാറണം. ഞങ്ങൾ ഒരു പരാതിയും ഉന്നയിക്കില്ല. അദ്ദേഹം മുട്ടയടിച്ചില്ല, എന്തുകൊണ്ട് അടിക്കാത്തത്, അതൊന്നും ഞങ്ങളിപ്പോൾ ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ ഒരു വാശിക്കൊരു സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. തോൽക്കുമെന്നുള്ളത് ഉറപ്പ്. ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹം തോൽക്കുമെന്ന് ഉറപ്പ്. അതിലൊരു സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മുട്ടയടിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാട്. പേരാമ്പ്ര ഒരു ആശങ്കയില്ല. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? പേരാമ്പ്ര ഒരു ആശങ്കയില്ല എന്നുള്ളത്. ഞാൻ എപ്പോഴെങ്കിലും ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ടോ പേരാമ്പ്രയിൽ? അല്ല, അവർ പറഞ്ഞോട്ടെ. അത് നാളെ അത് അവസാനിക്കില്ലോ. ഒന്ന് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതാണ് തെറ്റെങ്കിൽ അത് തെറ്റായിക്കോട്ടെ. അത് നാളെ അവസാനിക്കല്ലോ. അപ്പോൾ അതുകൊണ്ട് പേരാമ്പ്ര ഇടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻ തെരഞ്ഞെടുപ്പിനേക്കാളും നല്ല വിജയം നേടാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള ഒരു അനുഭവം, ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, എനിക്കുണ്ടായ ഒരു അനുഭവം കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവായ വശവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. പൊതുവേ ജനങ്ങൾ അനുകൂലിക്കുന്ന നിലപാടാണുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് അനുകൂലമായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചെയ്യും എന്നുള്ളതാണ്. കാരണം ഞങ്ങളെപ്പറ്റി ഒരു തെറ്റും പറയാനില്ല. ഞങ്ങൾ വികസന രംഗത്ത്, ഞാനവിടെ മത്സരിക്കുന്ന സമയത്ത് എന്നെപ്പറ്റി വികസനം ശ്രദ്ധിച്ചില്ലെന്നോ, വികസനത്തിൽ താല്പര്യമെടുത്തില്ല എന്നോ, വികസനത്തിൽ എന്തെങ്കിലും വിവേചനം കാണിച്ചു എന്നൊന്നും ആർക്കും ഒരു പരാതിയുമില്ല. വികസന കാര്യത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്താനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ അനുഭവമുള്ള ജനങ്ങളാണല്ലോ അവിടെയുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, തുറയൂർ പഞ്ചായത്തിൽ ഞാൻ 2016 തെരഞ്ഞെടുപ്പിൽ കൊടുത്തൊരു വാഗ്ദാനമാണ്, ജയിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ കുടിവെള്ളം എത്തിക്കും. ആ പഞ്ചായത്തിൽ കുടിവെള്ളമില്ല. ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം വാഹനങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്ന, എന്നിട്ട് അമ്മമാരും സഹോദരിമാരെല്ലാം നെട്ടോട്ടമോടുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സ്ഥിതി മാറിയല്ലോ. എല്ലാ വീട്ടിലും വെള്ളം എത്തിയല്ലോ. എല്ലാ വീട്ടിലും പൈപ്പ് ലൈൻ വഴി വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. അത് ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് പാലിച്ചതാണ്. അതെങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയും? അത് ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവമാണ്. അപ്പോൾ വികസന രംഗത്ത് ഇതുപോലുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. രാഷ്ട്രീയം തിരിച്ചിട്ട് ആരോടെങ്കിലും വിവേചനം കാണിക്കുക എന്നുള്ള നിലപാട് അവിടെ സ്വീകരിച്ചിട്ടില്ല, ഇനിയും സ്വീകരിക്കാൻ പോകുന്നില്ല. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളോട് മൊത്തത്തിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റി മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് ഞങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അത് തുടർന്നും അത്തരമൊരു നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമാക്കുന്നത്.